ഹലോ, വെൽക്കം ടു നീതൂസ് ക്രാഫ്റ്റ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരുടെ സ്പെഷ്യൽ ഡേയ്സിൽ കൊടുക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റുകളിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് ആൽബം ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ കാർഡ്ബോർഡ് എടുത്ത് അതിൽ 12 സെന്റിമീറ്റർ വിഡ്ത്തും 15 സെന്റിമീറ്റർ ലെങ്ത്തിലുമുള്ള ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുഞ്ഞതായിട്ട് 3 സെന്റിമീറ്റർ വിഡ്ത്തും 15 സെന്റിമീറ്റർ ലെങ്ത്തും ഉള്ള മറ്റൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്ലാക്ക് കാർഡ് സ്റ്റോക്കിന്റെ മുകളിലായിട്ട് ഇത് മൂന്നും ഇതുപോലെ വെച്ച് കൊടുത്ത്, ഒരു ചെറിയ സ്പേസ് വേണം കേട്ടോ അതിനിടയ്ക്ക്, ഇതുപോലെ വെച്ച് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന്റെ ഈ കോർണർ പോർഷൻ നമ്മൾ 4 സൈഡും ഇതുപോലെ ഓരോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ ഈ സെന്ററിൽ ഗ്യാപ്പ് വിട്ട ഭാഗത്തേക്കും ഇതുപോലെ വി ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗം യൂസ് ചെയ്യാം, നമുക്ക് ഫെവിക്കോളോ എന്ത് വേണേലും യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം മറ്റൊരു കാർഡ് സ്റ്റോക്ക് പേപ്പർ ഇതിന്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മേലെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾക്ക് പേജസ് വെക്കാനായിട്ടുള്ള ഒരു ഭാഗമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിവിടെ A4 ഷീറ്റിലാണ് കാണിക്കുന്നത്. നിങ്ങളിത് ചെയ്യേണ്ടത് കാർഡ് സ്റ്റോക്ക് പേപ്പറിൽ തന്നെയാണ്. നമ്മൾ ഏത് പേപ്പറാണോ, ബ്ലാക്ക് കളർ നമ്മൾ ഏത് പേപ്പറാണോ എടുത്തത് അതേ ഷീറ്റിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് A4 ഷീറ്റിൽ കാണിക്കുകയാണ്. ആദ്യം തന്നെ 5 സെന്റിമീറ്റർ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ 1 സെന്റിമീറ്റർ, പിന്നെ ആ 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക, പിന്നെ സെന്റർ പോർഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതാണ് അതിൻ്റെ അളവ്. ഇത് നോക്കി ചെയ്തെടുക്കുക. അപ്പം ഞാൻ അതേ സൈസ് ഇവിടെ കാർഡ് സ്റ്റോക്കിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 2 സൈഡും 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്താൽ നമ്മുടെ ആദ്യത്തെ ഭാഗം, ആദ്യത്തെ പേജ് വെക്കാനുള്ള ഭാഗം സെറ്റായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി 2 എണ്ണവും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് 3 സെന്റിമീറ്ററിലാണ്. ആദ്യം നമ്മൾ വിഡ്ത്ത് 3 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 1 സെന്റിമീറ്റർ 2 സൈഡ് മാർക്ക് ചെയ്യുന്നു. പിന്നെ സെന്റർ പോർഷൻ മാർക്ക് ചെയ്യുന്നു. അതേപോലെ 14.5 സെന്റിമീറ്റർ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. മുകളിലും നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന അതേ അളവുകൾ കൊടുക്കുക. അതിനുശേഷം വരച്ചെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇതേ അളവിലുള്ള പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലും ഈ 2 സെന്റിമീറ്റർ നമ്മൾ ഓരോ സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പേജസ് വെക്കാനുള്ള ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തതെന്ന് പറയുന്നത് ഏറ്റവും ചെറുത് 1.5 സെന്റിമീറ്റർ വിഡ്ത്തിൽ മാത്രം നമുക്ക് മതി. അപ്പോൾ ജസ്റ്റ് 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിൽ 1/2 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതാണ് നമുക്ക് മടക്കി എടുക്കേണ്ട പോർഷൻ. അതുപോലെ തന്നെ 14.5 സെന്റിമീറ്റർ നമ്മൾ ലെങ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലും അതേപോലെ 1.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് 1/2 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇതേ അളവിൽ ഞാൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 1/2 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേജസ് വെക്കാനുള്ള ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ലായിരിക്കാം. നിങ്ങൾ വീഡിയോ നോക്കി അതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മുടെ ആദ്യത്തെ ഈ പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത് ചെറിയ പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. മടക്കിയെടുത്ത ഭാഗങ്ങൾ, ഈ ഓരോ സെൻറ്റിമീറ്റർ മടക്കിയെടുത്ത ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ആ സെൻറ്റർ പോർഷൻ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ചെറിയ പീസ് നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൻ്റെ എടുത്തതിൽ 1/2 സെൻറ്റിമീറ്റർ ആ ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ട് അതും സെറ്റാക്കിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ പേജസ് റെഡിയാക്കാനാണ്. അതിനായിട്ട് നമ്മൾ വേറൊരു കാർഡ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. അതിൽ ലെങ്ത്ത് 40 സെൻറ്റിമീറ്ററും വിഡ്ത്ത് 11 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള പേജസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾക്ക് വേണ്ടത് 5 പേജസ് ആണ്. 5 പേജസും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പേജസ് വെക്കാനായിട്ടുള്ളത് റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഓരോ ലീഫായിട്ട് ആ ഭാഗത്തേക്ക് മാത്രം, ആ 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ മാത്രം പശ തേച്ചിട്ട് ഓരോ ലീഫും ഇതുപോലെ മുകളിലായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ആൽബം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് അടിപൊളിയാക്കാനായിട്ട് ഇതുപോലെ ഒരു അടിപൊളി പാറ്റേൺ പേപ്പർ എടുക്കുക. അതിനുശേഷം ഇതേപോലെ 11.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 14.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നമ്മൾ 2 പേജസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പേജസ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലും സ്ക്രാപ്പ് ബുക്കിൻ്റെ ബാക്ക് പോർഷനിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് ഒട്ടിക്കുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗി വരും. അപ്പോൾ എന്തായാലും അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്ക്രാപ്പ് ബുക്കിലെ ഫ്രണ്ട് പേജിലും ബാക്കിയുള്ള എല്ലാ പേജസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ഫോട്ടോസ് വേണേലും വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജസ് എഴുതി അത് വെട്ടി ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളും അവരുമായിട്ടുള്ള എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത തിങ്സ് അവർ തന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറീസ്
മെമ്മറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് അവരെ ഓർമ്മിപ്പിക്കുന്ന രീതിക്ക് എന്ത് വേണേലും ചെയ്ത് അടിപൊളിയാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് സ്ക്രാപ്പ് ബുക്കാണ്. ഇത് നിങ്ങളും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.